റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം വായിക്കുന്നു. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ, ഔദ്ധത്യം വിടിഞ്ഞ് എളിമയുടെ തലത്തേക്ക് ഇറങ്ങി വരുവിൻ, ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ, ഔദ്ധത്യം വിടിഞ്ഞ് എളിമയുടെ തലത്തിലേക്ക് വരുവിൻ, ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. 3 കാര്യങ്ങളാണ് പറയുന്നത്. അന്യോന്യം പരസ്പരം യോജിപ്പോടെ ഐക്യത്തോടുകൂടെ വർത്തിക്കണം. അതിന് ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള ചിന്ത പാടില്ല. ഔദ്ധത്യം എന്ന് പറയുന്നത് ഞാൻ വലിയ സംഭവമാണ് എന്ന് ചിന്തിക്കുന്നതിനെയാണ് ഔദ്ധത്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ ഐക്യമില്ലാതെയാവുന്നത് ഞാൻ വലിയ സംഭവമാണെന്ന് ആ വീട്ടിലൊരാൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഐക്യക്കുറവ് ഉണ്ടാകും. അനൈക്യത്തിൻ്റെ രൂപി വളർന്നു വരും. വഴക്കും വെറുപ്പും വിദ്വേഷവും പ്രതികാരവും ഒക്കെ വളർന്ന് വരും. അപ്പോൾ ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള ചിന്ത നല്ലതല്ല. തീർച്ചയായിട്ടും നമ്മൾ സ്പെഷ്യലാണ്, നമ്മൾ യൂണീക്കാണ് എന്നൊക്കെ ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ യൂണീക്കായിരിക്കുന്നത് പോലെ, ഞാൻ സ്പെഷ്യലായിരിക്കുന്നത് പോലെ എൻ്റെ കൂട്ടത്തിലുള്ളവരും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും സ്പെഷ്യലാണ്, അവരും യൂണീക്കാണ് എന്ന ബോധ്യവും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഔദ്ധത്യം വെടിയണം. ഔദ്ധത്യം വെടിഞ്ഞ് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരണം. ഡൗൺ ടു എർത്ത് ആവണം. എല്ലാവരെയും പോലെയാണ് ഞാൻ, മറ്റുള്ളവരും എന്നെപ്പോലെ തന്നെയാണ് എന്നുള്ള ആ ബോധമാണ് എളിമയുടെ തലത്തിൻ്റെ ബോധം. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരണം. ആ ഒരു തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഐക്യത്തിൻ്റെ അരൂപി വളരാനായിട്ട് ഇടയാകും. വലിയ ബുദ്ധിമാനാണെന്നൊക്കെ നമ്മൾ നടിച്ച് നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുടുംബത്തിലുള്ള ആരെങ്കിലും ഞാൻ വലിയ ബുദ്ധിമാനാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും മാറി നിൽക്കും. അവർ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടും. ഇപ്പോൾ ഒരു സ്കൂളിൽ തന്നെയാണെങ്കിലും ഒരു ക്ലാസ് മുറിയിലാണെങ്കിലും താൻ വലിയ ബുദ്ധിമാനാണെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്തപ്പെടുന്ന അനുഭവം, മറ്റുള്ളവർക്ക് അവനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല. അവനെ തന്നെ മാറ്റി നിർത്തുന്നു, മറ്റുള്ളവരും അവനെ മാറ്റി നിർത്തുന്നു. അങ്ങനെ ആ ക്ലാസ്സിൻ്റെ ഐക്യം അവിടെ ഇല്ലാതെയായി മാറും. അപ്പം അത് താൻ തീർച്ചയായിട്ടും തൻ്റെ ബുദ്ധി എങ്ങും പോകുന്നില്ല എങ്കിൽ പോലും താനും സാധാരണക്കാരിൽ മറ്റെല്ലാ കാര്യങ്ങളിലും താൻ മറ്റെല്ലാവരെയും പോലെയാണ്. ചിലപ്പോൾ തനിക്കല്പം ബുദ്ധി കൂടുതലുണ്ടായിരിക്കാം, ഓർമ്മശക്തി കൂടുതലുണ്ടായിരിക്കാം, ചിന്തിക്കാനുള്ള കഴിവ് കൂടുതലുണ്ടായിരിക്കാം. പക്ഷേ മറ്റു പല മേഖലകളിലും തന്നോടൊപ്പം നിൽക്കുന്നതും അല്ലെങ്കിൽ തന്നേക്കാൾ മുൻപ് നിൽക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് പേര് തൻ്റെ ചുറ്റുമുണ്ട് എന്നുള്ള ചിന്ത അവനുണ്ടായിക്കഴിയുമ്പോൾ അവന് അതിനെയൊക്കെ അതിജീവിക്കാനും അതുപോലെ തന്നെ അതിനോടൊക്കെ മയപ്പെട്ടു പോകാനായിട്ടും സാധിക്കുന്നുള്ളതാണ്. ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ ഈ ഒരു തിരിച്ചറിവ്, എനിക്ക് ബുദ്ധിയുണ്ട് പക്ഷേ മറ്റു മേഖലകളിൽ എനിക്ക് കുറവുള്ളവനാണ് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഡിപ്രഷനിലേക്കൊക്കെ പോകാനും അല്ലെങ്കിൽ ഒരു നിരാശയുടെ ഭാവത്തിലേക്കൊക്കെ പോകാനും ദുഃഖഭാവങ്ങളിലേക്ക് പോകാനും ഒക്കെ ഇടയാകും. അപ്പോൾ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു സമീപനം, എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമീപനം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എളിമയുടെ താഴ്മയുടെ തലത്തിൽ ജീവിക്കുവാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.